എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ഒരു ഹെയർ ഡൈ ചെയ്താൽ മതി. 60-70 വയസ്സിലും നരച്ച മുടി കട്ട കറുപ്പാക്കാം. അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. നമുക്ക് നല്ല നീളത്തിലുള്ള നല്ല കറുപ്പിലും ഉള്ളോട് കൂടിയുള്ള മുടി വേണമെങ്കിൽ എല്ലാ കെമിക്കൽ ഡൈകളും ഒഴിവാക്കിയിട്ട് ഇന്ന് കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡൈ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമുക്ക് വേണ്ടത്. അതാവുമ്പോൾ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ചട്ടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂണോളം തന്നെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുടിയുടെ നീളവും ഉള്ളും അനുസരിച്ച് നമുക്കിതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ചായപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. അതുമാത്രമല്ല ആ ഒരു കറുപ്പ് നിറം കൂടുതൽ നാൾ നിലനിൽക്കാനായിട്ടും അത് സഹായിക്കും. ഇനി അടുത്തതായിട്ട് കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കാം. ജലദോഷം, നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടത്. നമ്മളിതിൽ ചേർത്ത വെള്ളം നല്ലതുപോലെ തിളച്ച് നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്ക് തിളപ്പിക്കണം. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം. ഈ ഒരു വെള്ളം നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അതായത് ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് മുടി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. അതായത് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത്. ഇന്നത്തെ ഹെയർ ഡേ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ നരച്ച മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുമാത്രമല്ല മുടി വളരുകയും ചെയ്യും. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെമ്പരത്തിയില ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിയില ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി വളരാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും മുടി വളരാനും ഇത് സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് മുരിങ്ങയിലയാണ്. ഇത് നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും തേച്ച് കൊടുത്തിട്ട് മുടി കഴുകുന്നത് മുടി വളരാനായിട്ടും സഹായിക്കും. ഇനി ഈ അരച്ചത് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇന്നത്തെ ഹെയർ ഡൈ നമ്മൾ ഒരു പ്രാവശ്യം മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ ആ ഒരു കറുപ്പ് നിറം നിലനിൽക്കുന്നതാണ്. നമ്മൾ ചേർത്ത ആ മിക്സിൻ്റെ എല്ലാ എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം. അതുവരെ ഇത് തിളപ്പിക്കണം. നമ്മൾ ഒരു കെമിക്കൽ ഡൈകളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ ഡൈ അത്രയ്ക്കും റിസൾട്ട് തരുന്നതാണ്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം. കാരണം ഇത് തണുത്തു കഴിഞ്ഞാൽ ഇത് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. 65-70 വയസ്സുള്ളവർക്കും ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് മുടി കറുപ്പിച്ചെടുക്കാം. 1-2 നരച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് മുടി നരയ്ക്കില്ല. മുടി നരയ്ക്കുന്നത് തടയുവാനായിട്ടുള്ള ഒരു റെമഡി കൂടിയാണിത്. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്നവയാണ്. ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ മുടിക്കും നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡറും കൂടി ചേർക്കണം. ആ ഒരു പൗഡറും ചേർത്താലാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. സാധാരണ ഹെന്ന പൗഡർ നമ്മൾ ചേർക്കുമ്പോൾ മുടി ബ്രൗൺ കളറിലാണ് കിട്ടാറുള്ളത്. എന്നാൽ ഈ ഒരു ഹെയർ ഡേ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണോളം തന്നെ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ 2 പൗഡറുകൾ ഇല്ലെങ്കിൽ, അതായത് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും ഇല്ലെങ്കിൽ മൈലാഞ്ചിയിലയും പച്ചനെല്ലിക്കയും നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്.
അതിനുശേഷം ലാസ്റ്റ് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നീലാമരിപ്പൊടി എല്ലാവർക്കും അറിയാവുന്നതാണ്. മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നീലാമരിപ്പൊടി. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിൽ ഇതാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ ഇത് തയ്യാറാക്കിയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. തയ്യാറാക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ മുടിയിലും ഇത് അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ കഴുകാവുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.